ഇക്കാലത്തും 1 രൂപയ്ക്ക് ചായ കൊടുക്കുന്ന കടയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസമാകില്ല അല്ലേ? എന്തായാലും ഇന്നത്തെ വിശേഷം ഒരു ചായ കുടിച്ചുകൊണ്ട് തന്നെയാവാം. ഒരു 3 ചായ. നല്ല അസല് കട്ടൻ. കുട്ടേട്ടാ, എങ്ങനെ ഈ കട തുടങ്ങുന്നത്? കട തുടങ്ങിയിട്ട് 10-40 വർഷമായി. എങ്ങനെ ഈ 1 രൂപയ്ക്ക് ഇപ്പോഴും ചായ വെക്കുന്നതിൻ്റെ ഒരു സീക്രട്ട് എങ്ങനെ ഇത് മുതലാവും? ഒരു ലക്ഷ്യമുണ്ടല്ലോ നമ്മൾ ചെയ്യാന്നുള്ളത്, അത്ര തന്നെ അതിന് പിന്നിലുള്ളൂ. അതിന് പിന്നിൽ മറ്റെന്തെന്നുള്ളതിലേക്ക് ചിന്തിക്കാറില്ല. ഒരു ചായ, സാധാരണ ഒരു ചായ അടിക്കാൻ പഞ്ചസാര വേണം, ചായപ്പൊടി വേണം, വെള്ളം വേണം, ഗ്യാസ് അടുപ്പ്, അങ്ങനെ വലിയ ചിലവുണ്ട്. അപ്പോൾ ഈ 1 രൂപയിൽ അത് മുതലാവും? കുറച്ചുകൂടെ ഈ സാധനം ഇപ്പോൾ ഓരോ ദിവസവും വില കൂടുന്നതിനനുസരിച്ച് എനിക്ക് കിട്ടുന്ന വരുമാനം കുറഞ്ഞു വരും. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ എന്ത് ചെയ്യണം, തരണം ചെയ്യാൻ, അതിജീവിക്കാനുണ്ട്. എൻ്റെ മുന്നിൽ ഒരു കുടുംബമുണ്ട്, ആ കുടുംബത്തിൻ്റെ ആവശ്യകതകളുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എന്ത് ചെയ്യാറില്ല, ഒരു പ്രയാസമായിട്ട് കാണാതെ കണ്ട് ഈ ഉള്ളതിനെ കൊണ്ട് എന്ത് ചെയ്യാണ്, കാര്യങ്ങളെ നിയന്ത്രിച്ച് അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒരു ചായക്കും കടിക്കും കൂടി എത്രയാണ് നിങ്ങൾ വാങ്ങുന്നത്? ചായക്കും കടിക്കും കൂടി ഇപ്പോൾ 10 രൂപ വാങ്ങും. അന്നേരം ചായൻ്റെ പൈസ ഇല്ല, ചായക്ക് പൈസ വാങ്ങാറില്ല. 10 രൂപയ്ക്ക് ചായയും കടിയും കൂടി കൊടുക്കും. 1 രൂപ എപ്പോഴാണ് ഈ ഒരു 1 രൂപയുടെ വില നിശ്ചയിക്കുന്നത്? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിലെ 1 രൂപയാണ്. അന്ന് 2 റുപ്യ 1.25 നിലവാരമുള്ള കാലമാണ് ആ സമയത്ത്. 2 രൂപയും അപൂർവം സ്ഥലങ്ങളിലൊക്കെ ഒരു 1.25 ഒക്കെ ചായക്കുള്ള സമയമാണ്. അതങ്ങനെ ചെയ്യാൻ കാരണം ഇതുകൊണ്ട്, കാരണം എന്നെക്കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ, കാരണം എല്ലാവരുടെ മുന്നിൽ ഒരു ചോദ്യമുള്ളതെന്നറിയോ, ഈ നാട് നമുക്ക് എന്ത് ചെയ്തു എന്നുള്ളത്. നാടിന് വേണ്ടി നാം എന്ത് ചെയ്തു എന്ന് ആരും ചോദിക്കുന്നില്ല. എങ്ങനെയുണ്ട് ചായ കുടിച്ചിട്ട്? നല്ല ചായ, ഇതേപോലത്തെ ചായ ഇവിടെ കിട്ടാൻ 1 റുപ്യക്കൊക്കെ. നമ്മൾ ആരും 1 രൂപയ്ക്ക് ഒരു ചായ പ്രതീക്ഷിക്കില്ല അല്ലേ? സത്യമായിട്ട് നമ്മൾ പിന്നെ 1 റുപ്യ എന്നൊരു 10 രൂപ കൊടുക്കും, ബാക്കി വാങ്ങാനില്ല. എപ്പോഴെങ്കിലൊക്കെ വന്നിങ്ങനെ കുടിക്കും. 30 ചില സമയത്ത് വാങ്ങൂല. നിങ്ങളുടെ ചായ ഇഷ്ടപ്പെട്ടു? നല്ല ചായ. 1 രൂപയ്ക്ക് ചായ എന്ന് കേട്ടപ്പോൾ ഞെട്ടിയോ? അതെ, ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല എവിടെ പ്രോഫിറ്റ് എങ്ങനെ കിട്ടുന്നത്, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല 1 രൂപയ്ക്ക് ചായ കൊടുക്കുമ്പോൾ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കാലത്തും ഇങ്ങനെ 1 രൂപയ്ക്ക് ചായ കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ അതിന് സന്തോഷം. സമൂഹത്തോടുള്ള ഒരു കടപ്പാടാണ് ഈ ചായക്കട എന്നാണ് കുട്ടേട്ടൻ പറയുന്നത്. തിരിച്ച് സമൂഹത്തിനും കുട്ടേട്ടനോട് ഈ കടപ്പാടുണ്ടാകണം. കോഴിക്കോട് പാളയത്തേക്ക് വരുമ്പോൾ നിർബന്ധമായും നമ്മളൊക്കെ ഈ ചായക്കടയിലൊന്ന് കയറണം, കുട്ടേട്ടൻ്റെ ചായ കുടിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ ശരത് എസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.